ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലുള്ള സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നാം 3 ദിവസത്തെ സൃഷ്ടി, കർത്താവ് 3 ദിവസം ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ കണ്ടു, ദൈവം ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു, വെള്ളങ്ങളും തമ്മിൽ വേർതിരിച്ചു, ആകാശവും ഭൂമിയും തമ്മിലുള്ള വേർതിരിവ് കർത്താവ് കാണിച്ചതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ 3 ദിവസം. അതുപോലെ തന്നെ ഭൂമിയിൽ നല്ല വൃക്ഷങ്ങളും പുല്ലുകളും ചെടികളും എല്ലാം ദൈവം നിർമ്മിച്ചതായിട്ട്, അതെല്ലാം നിർമ്മിക്കുന്നത് വായുകൊണ്ട് സംസാരിച്ചുകൊണ്ടാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടാകുകയാണ് ചെയ്തത്. അങ്ങനെ സർവശക്തനായ ത്രിയേക ദൈവം ഭൂമിയെ ഭംഗിയായിട്ട് സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3 ദിവസം കൊണ്ടാണ് കർത്താവ് ഇത്രയും സൃഷ്ടിച്ചത്. 4-ാം ദിവസം എന്താണ് ദൈവം സൃഷ്ടിച്ചതെന്ന് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഒരു വാക്യം പഠിക്കാം. നമുക്ക് അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമുക്ക് പഠിക്കാം. ഭൂമിയെ പ്രകാശിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. ഈസി ആയിട്ടുള്ള വാക്യമാണ്. നമ്മൾ ഈ ഭാഗങ്ങളിലെല്ലാം പഠിച്ചുകൊണ്ടിരുന്ന വേർതിരിവിൻ്റെ കാര്യമാണ്. ഇരുള് വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു, ആകാശവും ഭൂമിയും തമ്മിൽ വേർതിരിച്ചു, വെള്ളങ്ങളുടെ സമുദ്രവും നിലത്ത് ഉണങ്ങിയ ഭൂമിയും തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ വേർതിരിച്ച് കർത്താവ് ഇവിടെ പറയുകയാണ്. വേറൊരു വേർതിരിവിൻ്റെ കാര്യവും കൂടെ നമ്മൾ പറയുകയാണ്. രാത്രിയും പകലും തമ്മിൽ ഒരു വേർതിരിവ് ആവശ്യമാണ്. അത് നമുക്ക് വേണ്ടിയാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ഭൂമിയെ പ്രകാശിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെ ഇരുളിനെയും തമ്മിൽ വേർതിരിപ്പാനുമായി ദൈവം ആകാശവിധാനത്തിൽ നിർത്തി. നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായ ഉഷസ്സുമായി 4-ാം ദിവസം. നമുക്ക് ഈ ഭൂമിയിൽ ആകാശവിധാനത്തിൽ ഭൂമിയുടെ കാര്യങ്ങളെല്ലാം കർത്താവ് ശരിയാക്കി ഉണ്ടാക്കി. അതിന് ശേഷം ആകാശവിധാനത്തിൽ വലിയ വെളിച്ചങ്ങളെ, പകലിന് വേണ്ടി വലിയ വെളിച്ചം, അത് നമുക്കറിയാം സൂര്യനാണ്. രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചം അത് ചന്ദ്രനാണ്. മാത്രമല്ല അതുകൂടാതെ ഭൂമിയെ പ്രകാശിപ്പാനായിട്ട് നക്ഷത്രങ്ങളെയും ദൈവം ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ രാത്രിയും പകലുമൊക്കെ വേണ്ടത്? രാത്രിയും പകലും തമ്മിൽ ഒരു വേർതിരിക്കേണ്ട ആവശ്യമാണ്. 24 മണിക്കൂർ ഒന്നിച്ച് കിടന്നാൽ മനുഷ്യന് എപ്പോൾ ജോലി ചെയ്യണം, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ വിശ്രമിക്കണം എന്നുള്ളതൊന്നും അറിയാനൊക്കത്തില്ല. അപ്പോൾ മനുഷ്യന് വേണ്ടി പകൽ അധ്വാനിക്കുക, രാത്രിയിൽ ഉറങ്ങുക, വിശ്രമം ആവശ്യമാണെന്നുള്ള ദൈവം ആദ്യം മുതലേ നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു. എന്നാൽ ജോലിയും അധ്വാനവും അതുപോലെ തന്നെ ആവശ്യമാണ്. അധ്വാനിക്കുന്നവനെ വിശ്രമിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ദൈവം പകലിന് വേണ്ടി വളരെ ശക്തിയേറിയ അല്ലെങ്കിൽ വലിപ്പമേറിയ വെളിച്ചമുണ്ടാക്കി. സൂര്യനുണ്ട് നമുക്ക്. അതുപോലെ രാത്രിയിൽ പ്രകാശം സ്വല്പമുണ്ട്. അതിനുവേണ്ടി നക്ഷത്രങ്ങളും ചന്ദ്രനും ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭൂമിയെ പ്രകാശിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തിയെന്ന് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം നല്ലതെന്ന് കണ്ടു. അതെ, ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്. ഈ ആർക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കുന്നത്? മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യജാതിക്ക് വേണ്ടിയാണ് ഇതെല്ലാം കർത്താവ് സൃഷ്ടിച്ചത്. നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് സൃഷ്ടിക്കുന്ന ഒരു സ്നേഹമേറിയ കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ഭൂമിയിൽ നാം കണ്ടു, ഭൂമിയിൽ വൃക്ഷങ്ങളും ഫലങ്ങളും ചെടികളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് കാണിച്ചു. എന്നാൽ ഇനി വെള്ളങ്ങളിലുണ്ട്. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെള്ളത്തിൽ കൂട്ടമായിട്ട് ഉണ്ടാകുമ്പോൾ നമ്മുടെ മീന്, തിമിംഗലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യന് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ അനേക ജന്തുക്കൾ വെള്ളത്തിലുണ്ട്. അങ്ങനെ വെള്ളത്തിലുള്ള ജലജന്തുക്കളെ ദൈവം സൃഷ്ടിച്ചു. മാത്രമല്ല ആകാശത്തിൽ പറവജാതി ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ജീവജന്തുക്കളെയും കർത്താവ് സൃഷ്ടിച്ചു. അപ്പോൾ നമുക്കറിയാം, പറന്ന് കിടക്കുന്ന പറവജാതിയെ സൃഷ്ടിച്ചു. ഭൂമിയിൽ
നിലത്ത് നടക്കുന്ന ഇഴജന്തുക്കളെ ദൈവം സൃഷ്ടിച്ചു, അതുപോലെ തന്നെ ജീവജന്തുക്കളെയും സൃഷ്ടിച്ചു. മാത്രമല്ല വെള്ളത്തിലും ജലജന്തുക്കളുണ്ടാകട്ടെ എന്ന് ദൈവം സൃഷ്ടിച്ചു. അങ്ങനെ ഇതെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ദൈവം അവയോട് പറയുന്നുണ്ട്, ഈ സൃഷ്ടിയോട് പറയുന്നുണ്ട്, നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവീൻ, പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. അതിനുശേഷം സന്ധ്യയായ വിശ്വസമായ 5-ാം ദിവസം. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ജീവജന്തുക്കളെ ഉണ്ടാക്കി, എന്നാൽ അതാത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതാത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഒഴിവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അതാത് തരം കാട്ടുമൃഗങ്ങളെയും അതാത് തരം കന്നുകാലികളെയും അതാത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി നല്ലതെന്ന് ദൈവം കണ്ടു. അങ്ങനെ നല്ലതെന്ന് ദൈവം കണ്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സൃഷ്ടിച്ചതെല്ലാം നന്മയ്ക്കായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾക്ക് ഇതിൽ നിന്ന് അനേക ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ കർത്താവ് മനുഷ്യജാതിക്ക് വേണ്ടി എല്ലാം നല്ലതായിട്ട് നല്ലത് മാത്രം തരുന്ന സ്നേഹവാനായ, കരുതുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് എല്ലാത്തിലും ഒരു വേർതിരിവ് കർത്താവ് കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വെളിച്ചവും ഇരുളും തമ്മിലുള്ള വേർപിരിവ്, അതുപോലെ ഭൂമിയും വെള്ളങ്ങളും തമ്മിലുള്ള വേർപാട്, ആകാശവും ഭൂമിയും തമ്മിലുള്ള വേർപാട്, പകലും രാത്രിയും തമ്മിൽ ഇങ്ങനെ വേർതിരിക്കുന്ന കാണാം. നമ്മുടെ ജീവിതത്തിൽ നന്മയും തിന്മയും വേർതിരിച്ച് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായി ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതായിരുന്നു. ദൈവം സൃഷ്ടിച്ചതൊന്നും ചീത്തയായിട്ടുള്ള കാര്യത്തിനുമല്ല ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തെല്ലാം നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. നീ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവായിട്ട്, സ്നേഹിക്കുന്ന കർത്താവായിട്ട്, കരുതുന്ന കർത്താവായിട്ടുണ്ട്. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ കാണുവാൻ, കർത്താവ് ഈ സൃഷ്ടിയിൽ കൂടെ കാണുവാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സർവ്വശക്തിയുള്ള ഒരു ദൈവമാണ് ഞങ്ങൾക്കുള്ളത്. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ വാക്കിനാലെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കുറവുകളെ ക്ഷമിക്കണം, പാപങ്ങളെ ക്ഷമിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ആ ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനും കൂടെ നിങ്ങൾ കൈയമർത്തുമ്പോൾ ആൻറ്റി എപ്പോഴൊക്കെ ഈ വീഡിയോ ഇടുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.